താമരശ്ശേരി ചുങ്കത്തെ മത്സ്യ മാർക്കറ്റിൽ ഇന്നലെ രാത്രി സംഘർഷമുണ്ടാക്കിയ 2 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. സ്റ്റേഷനിലെത്തിച്ച പ്രതികളിൽ ഒരാൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. 3 മണിക്കൂറാണ് വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാകാതെ ഈ പ്രതികൾ പോലീസിനെ വലച്ചത്. ഞാൻ ദൈവത്തിനോട് ഉറപ്പാക്കിയിട്ട് പറയുന്നത്, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ ഒരു മദ്യപിച്ചതിന്റെ പേരിൽ ഈ പ്രശ്നം മാറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തിനും വരും. ഉറപ്പാ. സാർ അടിക്കരുത്. ഒരാൾ അടിക്കുക. സാർ എഴുതിക്കട്ടെ. സാറിന് ഒരാളിപ്പോ ഇവിടുന്ന് അടിച്ചാലോ, ഞാൻ ഇപ്പൊ ബോക്സ് ചെയ്താലോ സാറിന് വിഷമാവില്ലേ? നിങ്ങളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞ കാണിക്കരുത്. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. ഉറപ്പാ. അൽഹംദുലില്ലാ. ഞാൻ ദൈവത്തിനോട് ഉറപ്പാക്കിയിട്ട് പറയുന്നത്, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ ഒരു മദ്യപിച്ചതിന്റെ പേരിൽ ഈ പ്രശ്നം മാറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തിനും വരും. ഉറപ്പാ. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന, എന്താണ് ഈ സംഘർഷത്തിനുള്ള കാരണം? പിന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസുകാരോടക്കം ഭീഷണി മുഴക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരും എന്നതടക്കം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ഉണ്ടായത്? ഇന്ന് രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. താമരശ്ശേരി ചുങ്കത്തെ ഒരു സ്വകാര്യ മത്സ്യ മാർക്കറ്റിലായിരുന്നു ഈ ഒരു സംഘർഷം ഉണ്ടായത്. ഈ മത്സ്യ മാർക്കറ്റിലെ ഉടമയും അയാളുടെ സുഹൃത്ത് ഷബീറും അതുപോലെ ലത്തീഫും, ഇവർ രണ്ടുപേരും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായി ഇതിന്റെ ഉടമ ഒരു സംഘം ആളുകളെ ഇവിടേക്കുള്ള ഈ മാർക്കറ്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്താനായിട്ട് നിർദ്ദേശിച്ചു. അവർ ഹിറ്റാച്ച് ഉപയോഗിച്ച് ഈ മാർക്കറ്റിലേക്ക് അകത്തേക്ക് കടക്കാനുള്ള വഴി അവിടെ ഒരു വലിയ കുഴി ഉണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട്, എന്നിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തിനെയായിരുന്നു ഇതിനെ ഏർപ്പാടാക്കിയിരുന്നത്. അത് താമരശ്ശേരിയിലുള്ളവരും അതുപോലെ തന്നെ വേറെ ജില്ലകളിലുള്ളവരും ഈ ഒരു കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഈ സംഘം ഒരു 5:30 കൂടിയിട്ടാണ് ഇവിടെ കുഴിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ഈ സംഘം പിന്നീട് അവിടെ നിന്ന് പോവുകയും രാത്രി ഏതാണ്ട് ഒരു 9 മണിയോടെ ഇതേ സ്ഥലത്തേക്ക് മാർക്കറ്റ് പരിസരത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഈ സംഘം അവിടെ ചെറിയ രീതിയിൽ സംഘർഷം സൃഷ്ടിച്ചു. അപ്പോൾ ഇതിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരായിരുന്നു. കണ്ണൂർ സ്വദേശിയായ ദിജിൽ അതുപോലെ ആൽബി. ഇവരാണ് ഇപ്പോൾ സംഘർഷത്തെ തുടർന്ന് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഈ സമയത്ത് ഇവിടെ നിന്ന് മദ്യപിക്കുകയായിരുന്നു. ഇവർ ഈ സമയത്ത് മാർക്കറ്റ് പരിസരത്തേക്ക് ഓടിക്കയറി വരികയും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെ ആക്രോശിക്കുകയും വധഭീഷണി മുഴക്കുകയും അവർക്ക് നേരെ തിരിയുകയും ഒക്കെ ചെയ്തു. ഉടൻ തന്നെ വിവരം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇവർ 2 പേരെയും പിടികൂടി സ്റ്റേഷനിലെത്തിച്ചതിന് ശേഷം ഈ പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു. ശേഷം ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്താണ് ഇവർ പോലീസിനെതിരെ തിരിഞ്ഞത്. മദ്യലഹരിയിലായിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പോലീസിനെതിരെ വധഭീഷണി മുഴക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഏതായാലും 3 മണിക്കൂറോളം ഈ 2 പ്രതികളും പോലീസിനെ വട്ടം ചുറ്റിച്ചു. 3 മണിക്കൂറിന് ശേഷമാണ് ഇവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കാൻ സാധിച്ചത്. എന്തായാലും മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയ കുറ്റത്തിന് ഇവർക്കെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് കൂടിയുണ്ട്.